നമസ്കാരം. ശാകുന്തളം. പർവ്വതങ്ങളിൽ ഹിമാലയം പോലെയാണ് കവികളിൽ കാളിദാസൻ. വിക്രമാദിത്യ ചക്രവർത്തിയുടെ വിദ്വൽ സദസ്സിലെ പ്രമുഖ പണ്ഡിതനായിരുന്നു അദ്ദേഹമെന്ന് കരുതിപ്പോരുന്നു. കാളിദാസൻ പമ്പരവിഡ്ഢിയായ ഒരു ആട്ടിടയനായിരുന്നു എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ കവിയായി തീർന്നു എന്നുമാണ് ഐതിഹ്യം. അതെന്തായാലും ഉജ്ജയിനി എന്ന നഗരത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. രഘുവംശം, കുമാരസംഭവം എന്നീ മഹാകാവ്യങ്ങളും മേഘസന്ദേശം, വിക്രമോർവശിയും മാളവികാഗ്നിമിത്രം എന്നീ കൃതികളും ആ മഹാകവിയുടെ കീർത്തിഗോപുരങ്ങളാണ്. സ്വർണത്തിന് സുഗന്ധം പോലെ കാളിദാസൻ്റെ പ്രതിഭയുടെ മഹത്വം പതിന്മടങ്ങാക്കിയ അദ്ദേഹത്തിൻ്റെ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. കേൾക്കാം ശാകുന്തളം. തമസാ നദിയുടെ തീരത്ത് പർണശാല കെട്ടി താമസിച്ചു വരികയായിരുന്നു കണ്വ മഹർഷി. ഒരു ദിവസം ഒരു പെൺകുഞ്ഞിൻ്റെ ദീനരോദനം കേട്ട് അദ്ദേഹം നദീതീരത്തേക്ക് പോയി. അവിടെ അതാ കുറേ അരയന്നങ്ങളുടെ നടുവിൽ ഒരു ചോരക്കുഞ്ഞ്. കുഞ്ഞിൻ്റെ കരച്ചിൽ ചിരിയാക്കി മാറ്റാൻ പാവം കിളികൾ പല വിദ്യകളും ചെയ്യുന്നുണ്ട്. കണ്വ മഹർഷി ആ കുഞ്ഞിനെ തൻ്റെ ആശ്രമത്തിലേക്ക് എടുത്തുകൊണ്ടുപോന്നു. ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ പരിചരിച്ച കുഞ്ഞിന് അദ്ദേഹം ശകുന്തള എന്ന് പേരിട്ട് വളർത്തി. ശകുന്തള വളർന്ന് യുവതിയായിരിക്കുന്നു. കണ്വാശ്രമത്തിൻ്റെ എല്ലാമാണ് അവളിന്ന്. അനസൂയ, പ്രിയംവദ എന്നീ 2 തോഴിമാർ അവൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. ദീർഘാപാങ്കൻ എന്ന മാൻകുട്ടിയും എപ്പോഴും അവരോടൊപ്പമുണ്ട്. അവൻ ജനിച്ചപ്പോഴേ തള്ളമാൻ ചത്തുപോയതാണ്. ശകുന്തളയാണ് അവനെ വളർത്തിയത്. ദുഷ്യന്ത മഹാരാജാവ് ഒരിക്കൽ കൊടുങ്കാട്ടിലെ ആശ്രമത്തിലെത്തി നായാട്ടിനായി തിരിച്ച അദ്ദേഹം ഒരു മാനിനെ പിന്തുടർന്നാണ് ഒറ്റയ്ക്ക് അവിടെ എത്തിയത്. ആശ്രമം കണ്ടതോടെ മുനിയുടെ അനുഗ്രഹം വാങ്ങാം എന്ന് കരുതി വന്നതാണ് അദ്ദേഹം. കണ്വ മഹർഷി തീർത്ഥാടനത്തിനായി പോയിരിക്കുകയായിരുന്നു. ശകുന്തളയും തോഴിമാരും ചേർന്ന് രാജാവിനെ സ്വീകരിച്ചു. അപ്സരസായ മേനകയുടെ മകളായിരുന്നു ശകുന്തള. അമ്മയെപ്പോലെ മകളും അതിസുന്ദരിയായിരുന്നു. കണ്വ മഹർഷി വളർത്തിയതിനാൽ അറിവും വിനയവും ആവോളം ഉണ്ടായിരുന്നു അവൾക്ക്. ഇത് മനസ്സിലാക്കിയ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. കണ്വ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി ഭാര്യയുമായി കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് രാജാവ് കരുതി. പെട്ടെന്ന് രാജകിങ്കരന്മാർ ആശ്രമത്തിലെത്തി. അടിയന്തിരമായി രാജാവ് കൊട്ടാരത്തിലെത്തേണ്ടതുണ്ട് എന്നവർ അറിയിച്ചു. പ്രജാക്ഷേമത്തിൽ ശ്രദ്ധാലുവായ ദുഷ്യന്തൻ കണ്വനെ കാണാതെ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഉടൻ മടങ്ങി വന്ന് ശകുന്തളയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അദ്ദേഹം കരുതി. തൻ്റെ സ്നേഹസമ്മാനമായി രാജകീയ മുദ്രമോതിരം അദ്ദേഹം ശകുന്തളയെ അണിയിച്ചു. മുൻകോപിയും താപസനുമായ ദുർവാസാവ് കണ്വ മഹർഷിയെ കാണുവാനായി ഒരിക്കൽ ആശ്രമത്തിലെത്തി. ദുഷ്യന്തനെയും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശകുന്തള. തന്നെ ബഹുമാനിക്കാതിരുന്ന ശകുന്തളയെ മുനി ഇങ്ങനെ ശപിച്ചു: "നീ ഓർത്തിരിക്കുന്നവൻ നിന്നെ മറന്നു പോകട്ടെ." കണ്വൻ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തി. മകൾ ദുഷ്യന്തനെ വരിച്ചതും അവളിപ്പോൾ ഗർഭിണിയാണെന്നതും അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞു. അദ്ദേഹം മകളെ അനുഗ്രഹിച്ച് 2 ആശ്രമവാസികളെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് അയച്ചു. ദുർവാസാവിൻ്റെ ശാപം ഫലിച്ചു. ദുഷ്യന്തൻ ശകുന്തളയെ ഓർക്കുന്നതേയില്ല. ആശ്രമത്തിൽ വെച്ച് രാജാവ് അണിയിച്ചിരുന്ന മോതിരം കാണിക്കാൻ ശകുന്തള ശ്രമിച്ചപ്പോൾ അത് അവളിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ഗർഭിണിയെയും കൊണ്ട് രാജസന്നിധിയിലെത്തിയ ആശ്രമവാസികളെ നഗരവാസികൾ പരിഹസിച്ചു. ശകുന്തളയെ നഗരത്തിൽ ഉപേക്ഷിച്ച് മുനിമാർ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. ശകുന്തള ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞു. മേനക മകളുടെ രക്ഷയ്ക്കെത്തി. ശകുന്തളയെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ വെച്ച് ശകുന്തള ഒരു സൽപുത്രനെ പ്രസവിച്ചു. അവന് സർവദമനൻ എന്ന് പേരിട്ട് വളർത്തി. ദുഷ്യന്തൻ അണിയിച്ച മോതിരം ശകുന്തളയുടെ വിരലിൽ നിന്ന് നദിയിൽ നഷ്ടപ്പെട്ടിരുന്നു. ആ മോതിരം ഒരു മത്സ്യം വിഴുങ്ങി. മത്സ്യം ഒരു മുക്കുവൻ്റെ വലയിലുമായി. അങ്ങനെ മോതിരം കിട്ടിയ മുക്കുവൻ അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പടയാളികളാൽ പിടിക്കപ്പെട്ടു. അവനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. മോതിരം കണ്ടതോടെ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വന്നു. ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ചതിൽ അദ്ദേഹം വളരെ പശ്ചാത്തപിച്ചു. ഭാര്യയെ തിരഞ്ഞ് അദ്ദേഹം ലോകമാകെ അലഞ്ഞു. ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം അപ്രതീക്ഷിതമായി മകനെയും ഭാര്യയും കണ്ടു. ഒടുവിൽ കശ്യപൻ്റെ അനുഗ്രഹം വാങ്ങി അവർ രാജധാനിയിലേക്ക് യാത്രയായി. കഥ അവസാനിക്കുന്നു. നന്ദി.